ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ ഉമാൻ സുധി ആൻഡ് ഫാമിലിയുടെ ഉമ സുധി ആൻഡ് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അതിൻ്റെ കൂടെ 2025 തീർന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളതേടെ ബീഫ് വെക്കുവാണേ. നമ്മുടെ ജോലിക്കാരുണ്ടെന്ന്. അപ്പം ഞാൻ കരുതി അവർക്കിന്നൊരു ക്രിസ്മസ് ആയിട്ടൊരു സ്പെഷ്യൽ ആക്കാന്ന്. പിന്നെ അമ്മ അറിയാലോ എപ്പോഴും ബീഫ് ഉണ്ടോ കാളയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കും. അപ്പം 2 ദിവസം മുന്നേ വെച്ചിരുന്നു അമ്മ ചോദിച്ചുകൊണ്ട്. പിന്നെ ഞാൻ നോർമലി എല്ലാവരും ക്രിസ്മസിന് ചിക്കൻ അല്ലേ വെക്കണേ. നമ്മൾ ബീഫാക്കാൻ നിർത്തിക്കാൻ 2 ദിവസം തുടങ്ങി ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബീഫാക്കി. ബീഫ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. പിന്നെ ഇത് കൊടുത്ത് അവർക്ക് ഉച്ചയ്ക്ക് അപ്പവും ബീഫും. അതാണ് ഇന്നത്തെ പ്ലാനിങ്. പിന്നെ അമ്മയും പിള്ളേരൊക്കെ ഇത് വെളിയിലുണ്ട്. കുഞ്ഞാകെ സീനാണ്. ഇന്ന് അംഗൻവാടി ഇല്ലല്ലോ. അവൻ്റെ പുറകെ നടക്കും. അവൻ എന്നേലും കണ്ണാങ്കുണ്ണി വേലയുണ്ടാക്കും. കരയും വിളി. ഇതേ ബഹളം കേൾക്കാൻ തോന്നുന്നു കരയണേ. രണ്ടും കൂടെ വെളിയിലാണ്. സോ അപ്പം നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെയാന്നുള്ളത് കാണാം. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലാക്കിയത് കുറെ നേരമായി കഴിവാൻ തുടങ്ങിയിട്ട്. ചോര തീരാത്തോണ്ട് ഞാൻ നിർത്തത്തില്ല. ഓക്കെ, അപ്പൊ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് കാണാം. ഇങ്ങനെ കണ്ടിന്യൂസ് എടുത്തോണ്ടിരിക്കാനൊന്നും പറ്റൂല. 100 കാര്യങ്ങൾ ഇതിന് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വേറെ ജോലിക്ക് പോകും. അതിന്റെ ഇടയിൽ കൂടെ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മേക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റൂല. പക്ഷെ എന്നാലും ലാസ്റ്റ് അപ്പ് വരാം. ഓക്കെ, കേക്കൊക്കെ മുറിക്കണുണ്ടേ. ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇത് നമ്മുടെ ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണേ. അവർക്കും കൂടെ എടുത്ത് വെച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കാന്ന് കരുതിയേ. പറഞ്ഞേ, ഇനി ഇതിന്ന് ഒരു പീസ് ഷോപ്പൂസിന് കേട്ടാ. ഇനി ഇത് ചെറുതായി പോയി ആരും പറയരുത്. ഇപ്പൊ ഇത് ഫുഡിന്റെ കൂടെ കൊടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ അമ്മ കഴിക്കത്തില്ല, വേസ്റ്റ് ആയി പോവേ. ഒരുപാട് കേക്ക് കൊടുത്താൽ ഫുഡിനെ വേസ്റ്റ് ആക്കി കളയും. 11 മണിയായി കാപ്പി കഴിച്ചു. ഇപ്പൊ 11 മണിയല്ല, രാവിലെ ഒരു സെറ്റ് കാപ്പി കഴിച്ചിട്ട് വീണ്ടും കാപ്പി വേണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും 11 മണിക്കാണ് കൊടുത്തത്. അപ്പോഴത്തേക്കും അമ്മയ്ക്കിപ്പോൾ വിശപ്പൊന്നും അറിയാൻ പറ്റണില്ല. എപ്പോഴും ഫുഡ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് 11 മണിയായി രണ്ടാമത് കാപ്പി കഴിച്ചപ്പം. അതുകൊണ്ട് ഇപ്പം മണി 1 ആയി. ഇനിയിപ്പം അമ്മയ്ക്ക് കൊടുത്തിട്ട് വേണം ജോലിക്കാർക്ക് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പോവാവേ. മട്ടൻ വന്നില്ല, മട്ടൻ കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പം ഇത് നമ്മുടെ ബീഫ് വേണ്ട. ഇത് ശോഭനാമ്മയ്ക്ക് വെള്ളമാണേ. ആഹാരത്തിന് മുമ്പ് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇക്കിളെടുക്കും. ഇല്ല, ഇന്ന് ഞാൻ ചോറ് വെച്ചില്ല. ചോറ് വെച്ച എല്ലാവർക്കും കൂടി എനിക്ക് പാട്. നിറയെ ചോറ് വയ്ക്കണ്ടേ. ചോറ് വെച്ചാ ആദ്യം വെള്ളം കുടിച്ചിട്ടല്ലേ ആഹാരം കഴിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ മണ്ടേ കയറൂലേ. ഇന്ന് ക്രിസ്മസ് അല്ലേ. ക്രിസ്മസിന്റെ കേക്ക് അതാ ഇത്. ഓ, മേശപ്പുറത്ത് വച്ച് കഴിയമ്മ. അല്ലത് മേശപ്പുറത്ത് വെച്ചിട്ട് അവരെങ്ങനെ കഴിക്കും പറയുമ്പോ എത്തൂലേ. കസേര നീക്കിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് കഴിക്കും. അമ്മ ഒരു നിമിഷം ആശുപത്രിയിൽ പോയി. പണ്ട് ആശുപത്രിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കണേന്ന്. ഇങ്ങനെ ഇരുന്നാണോ കഴിക്കണ? കറി കൊള്ളാമോ? കൂട്ടിയില്ലേ? കൂട്ടിയിട്ട് പറ കൊള്ളാമോ കൊള്ളൂലേന്ന്. കൊള്ളാം. എന്തൊരു കറി ഇത്? കൂട്ടിയിട്ട് പറ. നിങ്ങക്ക് അറിയാൻ പറ്റുമെന്ന് അറിയണമല്ല. എന്തൊരു കറി? അതിന് എന്തൊരിറച്ചി? കോഴി ഇറച്ചിയാ? പിന്നെന്തൊരു ഇറച്ചി? പിന്നെ വാങ്ങാത്തെന്ത്? പിന്നെ ഇത് എന്തൊരു തിന്നണ? ഇത് കാള. ഓ, വലിയ ആഘോഷത്തിലൊന്നും നമ്മള് ആഘോഷിക്കാൻ പറ്റിയില്ല ക്രിസ്മസ്. ഒന്ന് ജോലി നടക്കണം. ജോലിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് വീടിനകത്ത് പൊടികളും ഒക്കെ ആയിട്ട് പറ്റണില്ല എല്ലാം കൂടെ. ഞാൻ ഇവിടെ ഇരിക്കണുണ്ടേ. പതുക്കെ കഴിക്കണേ, വണ്ടേ കയറല്ലേ കേട്ടാ. ഇന്നലെ ഒരു വീഡിയോ ഇട്ട്, ഇന്നലെ എല്ലാം പിന്നെ ഞാനാണെന്ന് തോന്നുന്നു. ഞാന് എന്നാ അടിച്ചപ്പോഴത്തേക്കും പിണങ്ങി പോണെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ. ആ വീഡിയോയില് എല്ലാവരും കുറെ പേര് എന്നെ ഭയങ്കരമായിട്ട് ഇത് പറഞ്ഞു. കുറെ പേര് മോളെ നീ
ചെയ്യുന്ന അത്ഭുതമാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ അതിൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു. പിന്നെ കമന്റിന് റിയാക്ഷൻ ഒന്നും അല്ല കേട്ടോ, ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട് വന്നതാ. എന്തോ അത്, അതായത് ആ അമ്മയെ നോവിക്കുന്ന, ആ പാവത്തിനെ നോവിക്കുന്ന, അങ്ങനെ എന്തോ ആണ് കേട്ടാ. ദയവേരി ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരമ്മയാണ്, അതിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് എൻ്റെ അമ്മയാണ്. അതായത് ഒരു മോളെ പെറ്റ് വളർത്തി ഒരു പരുവം വരെ വളർത്തി കണ്ണയെ പൊന്നേന്ന് പറഞ്ഞ് ശോഭനാമ്മ സുധീഷ്ണനെ വളർത്തിയതുപോലെയല്ല ഓമനാമ്മ ഉമാദേവി വളർത്തിയത്. നന്നായിട്ട് നല്ല സ്നേഹത്തോടെയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് വളർത്തിയ ഒരു അമ്മയാണ് അമ്മ. അപ്പൊ ആ അമ്മയുടെ മുൻപിൽ വെച്ചിട്ടാണ് അമ്മാവി സ്വന്തം മകളെ ഉപദ്രവിക്കുന്നത് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ അമ്മ ഒരിക്കൽ പോലും എടി നീ അവനെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ അവളെ അടികൊള്ളാനല്ല നിന്നെ അവിടെ അയച്ചത്, കളഞ്ഞിട്ട് വാ നിന്നേവരെ പറഞ്ഞിട്ടില്ല. അത് പറയുമ്പോൾ സത്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. കാരണം ഒരിക്കൽ പോലും അമ്മ നീ അവന്റെ അടികൊള്ളാനല്ല ഇറങ്ങിപ്പോയത്, ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാനാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല. ഇന്നും ഇത്രയും അടിയും ഉപദ്രവങ്ങളും ഞാൻ എൻ്റെ അമ്മയുടെ നിന്ന് കൊണ്ടിട്ടും നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അമ്മാവി ഉപദ്രവിച്ചെന്നും പറഞ്ഞ എല്ലാ പെൺകുട്ടികളും തിരിച്ച് അവരുടെ വീട്ടിൽ തന്നെയാണ് പോകുന്നത്. നാളെ ഈവൻ എൻ്റെ മോള് ചിലപ്പോൾ പോകുന്ന വീട്ടിലൊരു സ്ട്രഗിൾ അനുഭവിച്ചാൽ പോലും ഞാൻ അവിടെ നിൽക്കാൻ സമ്മതിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അമ്മ എന്നുള്ളത് അത്രയും പോസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എൻ്റെ അമ്മ ഒരിക്കൽ പോലും നീ അവളെ അടികൊള്ളാനല്ല പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം കുറ്റപ്പെടുത്തുമ്പോൾ ആ ഒരു പെറ്റ തള്ളയും കൂടി ഓർക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും ചോദിച്ചു നന്ദപ്പൻ എന്താ പറ്റിയെന്നുള്ളത്. സത്യമായിട്ടും പ്രത്യേകം അതൊരു വീഡിയോ ചെയ്യാനൊന്നും പറ്റണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് എന്തായാലും ക്രിസ്മസ് ആണ്, നമ്മുടെ ക്രിസ്മസ് സാധാരണ രീതിയിലാണ് അങ്ങ് തീർന്നത്. അപ്പോൾ നന്ദപ്പന് വരുന്ന ജാനുവരി 5-ാം തീയതി ഒരു സർജറി ഉണ്ട് ശ്രീചിത്രയില്, സ്റ്റെൻഡിങ് എന്ന് പറയും. അതായത് നന്ദപ്പന് എന്താ പറ്റിയെന്ന് വെച്ചാല് നന്ദപ്പന് COA റിപ്പയർ കഴിഞ്ഞതാ, കോട്ടേഷൻ ഓഫ് അയട്ട എന്ന് പറയും. അതായത് മോന്റെ വാൽവ് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അവനെ ജനിച്ചപ്പോൾ തന്നെ അവന്റെ കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എല്ലാ കുഞ്ഞുങ്ങളെ പോലും പാല് സക്ക് ചെയ്തൊക്കെ കുടിക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ പോലും ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തില്ല. പക്ഷെ അവന് ബിൽറൂബിൻ വെരി ഹൈ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അവന് ബോഡി ഭയങ്കര കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മോനെ കാണിച്ച ഡോക്ടർ പറഞ്ഞത് അത് ബിൽറൂബിൻ ഹൈ ആയിട്ടുള്ള കളർ ഡിഫറൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ ദിവസം വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ആണ് പ്രസവിച്ചത്. രണ്ടാമത്തെ ദിവസം അവന്റെ കളർ ഭയങ്കര വേരിയേഷനും കുഞ്ഞ് അനക്കമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതായത് അവന്റെ ആ ഒരു ആക്റ്റീവ്നെസ് കുറഞ്ഞ് ഫീൽ ചെയ്ത സമയത്തൊക്കെ ചേട്ടൻ്റെ ഒരു റിലേറ്റീവ് ഒക്കെ അന്ന് ഒരുപാട് ബന്ധുക്കളുണ്ടായിരുന്നു നമുക്ക് ചുറ്റുവേ. അപ്പം അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് നമ്മൾ SIT ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോൾ പോകാൻ സമയത്ത് ഞാൻ പ്രസവിച്ച ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് വാക്കമായിരുന്നു ഇവൻ ഇറങ്ങി വരാത്തത്. പക്ഷെ അവൻ നോർമൽ ആയിരുന്നു, ഡെലിവറിക്ക് ഉണ്ടായിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു, 2.90 വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല, വാക്കമായതുകൊണ്ട് സ്റ്റിച്ച് ഉണ്ട്, കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പിന്നെ അതൊന്നും നോക്കിയില്ല, ഞാൻ അങ്ങനെ എടുത്തോണ്ട് എനിക്കിന്നും ഓർമ്മയുണ്ട്, ബ്രദറിന്റെ ഓട്ടോറിക്ഷയിൽ ഞാനും ചേട്ടനും അമ്മയും കുഞ്ഞുമായിട്ട് നേരെ SIT പോകുന്നു. അവിടെ ചെന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഈവൻ നമ്മൾ ആദ്യത്തെ ഹോസ്പിറ്റലിൽ വൺസ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആ ഡോക്ടറിന് മോൻ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാവുമായിരുന്നു. പക്ഷെ ആ ഡോക്ടർ അത് ഉപയോഗിച്ചില്ല. SITയിൽ ചെന്നപ്പോൾ കൃത്യമായിട്ട് അവർ ആ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവനൊരു മർമറുണ്ട്, കാർഡിയാക്കിൽ എന്തോ പ്രശ്നമുണ്ട്. നേരെ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. രണ്ടാമത്തെ ദിവസമാണ് നടക്കുന്നത്. നേരെ പിന്നെ മോനെ വെന്റിലേറ്ററിൽ കയറ്റുന്നു, അല്ല ICUവിൽ കയറ്റുന്നു. ICUവിൽ നിന്ന് പിന്നെ അവൻ പിറ്റേ ദിവസം വെന്റിലേറ്റർ. അവിടെ നിന്ന് SIT പറയുന്നു വീട്ടിൽ കൊണ്ട് പോകാൻ പറയുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. പിന്നെ അന്ന് ചേട്ടൻ്റെ ഒരു സുഹൃത്തും ചേട്ടൻ്റെ ഒരു ചേട്ട സ്ഥാനത്തുള്ള സുഭാഷ് എന്ന് പറയുന്ന ചേട്ടൻ, ആ ചേട്ടൻ വഴി SITയിലെ ഒരു പീഡിയാട്രിക് സർജനുമായിട്ടൊക്കെ ഉള്ള കുറെ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടായിട്ട് ശ്രീചിത്രയിൽ മോനെത്തുന്നു. ശ്രീചിത്ര അവർ പറയുന്നു ഹാർട്ട് ബീറ്റും പൾസൊക്കെ വരെ ലോ ആണ്, നോർമലായിട്ട് സർജറി ചെയ്യാമെന്ന് പറയുന്നു അവര്. പക്ഷെ എനിക്ക് നമ്മുടെ ലൈഫിൽ എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ലൈഫിൽ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന കാഴ്ചയാണത്. ഞാൻ സ്ട്രഗിൾ എന്നുവെച്ചാൽ എനിക്ക് എത്ര അറിയാലോ, 2 ദിവസം പ്രായം അല്ലെങ്കിൽ 3 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ് വെന്റിലേറ്ററിനകത്ത് കിടക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ TV കാണുന്ന പോലൊന്നും അല്ല വെന്റിലേറ്റർ എന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ മോനെ കണ്ടിട്ടാണ്. ഒരു പോർഷൻ പോലും വയറില്ലാത്തയില്ല. ആകെ എനിക്ക് തോന്നുന്നു കണ്ണിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ എനിക്ക് അവനെ കാണാൻ പറ്റിയത്, ബാക്കി കുഞ്ഞു വിരളും ഒക്കെ. പക്ഷെ ഈ സ്റ്റേജിലും അവൻ പാല് സക്ക് ചെയ്ത് കുടിക്കുമായിരുന്നു. ഇത്രയും കാര്യം അതിനകത്താണെങ്കിൽ പോലും എന്നെ കയറ്റുമായിരുന്നു. 2 മണിക്കൂർ ഒടട്ടമെന്തോ എനിക്ക് കയറാൻ പറ്റും. കാര്യം പാല് വലിച്ചു കുടിക്കാനായിട്ട് സാധാരണ നമ്മൾ ഗോകർണത്തിൽ എടുത്തു കൊടുക്കാറാണ് SITയിൽ ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, ശ്രീചിത്രയിൽ അവർ വലിച്ചു കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കയറ്റുമായിരുന്നു. അപ്പൊ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ അതിനകത്ത് ഓരോരോ കുഞ്ഞുങ്ങൾ അപ്പുറം അപ്പുറമായിട്ടൊക്കെ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന അവസ്ഥ.
അങ്ങനെ നിങ്ങൾക്കറിയാം, ഒരിക്കലും ശ്രീചിത്രയിൽ ഡയറക്റ്റ് അങ്ങ് കയറി പറ്റുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. അത്രയും ഒന്നുകിൽ മറ്റു ഹോസ്പിറ്റൽസ് റെഫർ ചെയ്യണം, മറ്റു ഹോസ്പിറ്റൽസ് നോ പറയണം. നമുക്ക് ഈശ്വരാധീനം എന്നുള്ള ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നേരെ പെട്ടെന്ന് എല്ലാം അങ്ങ് നടന്നു. വിത്തിൻ അവേഴ്സ് കൊണ്ട് തന്നെ അവന് SITന്ന് ശ്രീചിത്രയിൽ എത്തിക്കാൻ പറ്റി. സാധാരണ ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേക്കും പെട്ടെന്നൊന്നും അങ്ങ് പോവാനോ ഒന്നിനും പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളാം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ SITയിലെ ഡോക്ടേഴ്സും പിന്നെ ചേട്ടൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ആ പീഡിയാട്രിക് സർജൻ ഡോക്ടറും അവരൊക്കെ സത്യമായിട്ട് എനിക്ക് ഈക്വാലിറ്റി ടു ഗോഡാണ്. അപ്പോൾ അവരെല്ലാ പേരും കൂടിയൊക്കെയുള്ള പരിശ്രമത്തിന്റെ ഫലമാണ്. പിന്നെ ദൈവാധീനം വല്ലാണ്ടുണ്ട്. നേരെ SITയിൽ കയറി, പിന്നെ എല്ലാം പെട്ടെന്ന്, ശ്രീചിത്രയിൽ കയറി എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെയാണ് അവന് ഈ CO, അതായത് ക്വാട്ടേഷൻ, ഇവന്റെ വാൽവ് ചുരുങ്ങിയിട്ടുണ്ടെന്നും നോർമലി ഒരു പൈപ്പ് തുറക്കുമ്പോൾ എങ്ങനെയാണോ വെള്ളം വരേണ്ടത് അതേ പൈപ്പിൽ കൂടി ഡ്രോപ്പ് ആയിട്ട് വെള്ളം വന്നാൽ എങ്ങനെയുള്ളത്, ഇങ്ങനെയായിരുന്നു മോന് ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സിന് പോലും അത്ഭുതമാണ്. കാരണം ഈ 2 ദിവസം ഒരു SIT വന്നപ്പോൾ അറിഞ്ഞല്ലോ അവന് കാർഡിയക് പ്രശ്നം ഉണ്ടെന്ന്. പക്ഷേ ജന്മന കിട്ടിയതാണ്. 2 ദിവസം വേറൊരു ഹോസ്പിറ്റലിൽ അവൻ കിടന്നിട്ട് അറിഞ്ഞിട്ടില്ല. അറിയാണ്ട് അവൻ 2 ദിവസം ജീവിച്ചു. അപ്പൊ ഡോക്ടേഴ്സിന് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇവൻ ശ്രീചിത്രയിലാണെങ്കിൽ പോലും അവർ എഗെയിൻ എന്നോട് ചോദിച്ചു, അവിടെ വെച്ച് അറിഞ്ഞില്ലയോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ശ്രീചിത്രയിലെ മോസ്റ്റും ഇംഗ്ലീഷ് ഡോക്ടേഴ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടന് ഒന്നും അധികം സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ ഫുള്ളി എന്നോടായിരുന്നു. അപ്പൊ ഇവരെല്ലാം എന്നോട് പറയും, കുഞ്ഞിന്റെ സ്റ്റേജ് ഇതാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ വരും. എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞ് കുറേ നാൾ വെന്റിലേറ്ററിൽ പോവേണ്ടി വരും, അതിൽ നിന്ന് റിക്കവർ ആവുന്ന എത്രത്തോളം, അങ്ങനെ പല കാര്യങ്ങളും അവർ പറയും. അപ്പം ഞാനിത് ചേട്ടൻ ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, മനസ്സിലാവുമെങ്കിലും നമ്മളെ പോലെ ഒന്നും അത്രയും മനസ്സിലാവില്ല. ഇപ്പൊ ചേട്ടൻ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയും, ഇല്ല ഇന്നത് കുഴപ്പമേ ഉള്ളൂ, ഇത്ര പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറയും. കാരണം ഏറ്റവും കൂടുതൽ ഒരു ആണിനെ ആഗ്രഹിക്കുന്ന ചേട്ടനാണ്. അതിലൊക്കെ ഉപരി ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒറ്റപ്പെട്ട് വളർന്ന ഒരു ഇതിൽ ആദ്യമായിട്ട് എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞ് കിട്ടുന്ന മോനാണ്. അപ്പൊ അതിനിങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കൊണ്ടെന്ന് പറഞ്ഞാൽ അത് സഹിക്കില്ലല്ലോ. അങ്ങനെ കുറേ നാളത്തെ, പിന്നെ ഞാൻ പറയും, ഈ പീരിയഡിൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. മെന്റലി പ്രഷർ, അതിൻ്റെ ഇടയിൽ കൂടെ ഹെൽത്ത് വൈസ് വീക്ക്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, മോന് ഈ കാർഡിയാക് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അന്ന് 3ാമത്തെ ദിവസമാണ്. അതായത് 4ാമത്തെ ദിവസമാണ് ശ്രീചിത്രയിൽ, 3ാമത്തെ ദിവസം വൈകുന്നേരമാണ് ശ്രീചിത്രയിൽ പോകണം. 3ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശോഭ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു, കുഞ്ഞിന്റെ കാർഡിയാക് പീഡിയാട്രിക് ഡോക്ടർ, ആ മാഡം വന്നിട്ട്, ശോഭ നന്ദോണ് പേര് മറന്നുപോയി, വന്നിട്ട് ഇങ്ങനെ മോനെ നോക്കിയിട്ടൊക്കെ PGസിനോട് ഓരോന്ന് പറഞ്ഞു. ICUലാണ് കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഈ അമ്മ വീക്കാണ് കേട്ടോ, അമ്മയെ ഒരു പേവാർഡ് എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പൊ ഞാനിങ്ങനെ സന്തോഷത്തോടെ, അപ്പം മോന് കുഴപ്പമൊന്നുമില്ല, പേവാടി പോകാലോ എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരുന്നപ്പോഴാണ് വൈകുന്നേരം എക്കോ റിസൾട്ട് വരുന്നത്. നേരെ ശ്രീചിത്രയിൽ പോകുന്നതെല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ എന്ത് റെസ്റ്റ്. ശ്രീചിത്രയിലെന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടട്ടം കണ്ട് നമ്മൾ അവിടെ വേണം പാല് കൊടുക്കാൻ. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു നമ്മൾ അതിനകത്ത് എടുക്കില്ല. ഏതാണോ പേഷ്യന്റിന് എടുക്കും, നമ്മൾ പുറത്ത് ഔട്ട് സൈഡ് വെയിറ്റ് ചെയ്യണം. അങ്ങനെയായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പം ഇടയ്ക്ക് ഞാൻ മോന് ഈ വയ്യായിക ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു കമന്റ് കണ്ടിട്ടുണ്ട്. ഞാൻ അവർക്ക് പേഴ്സണലി റിപ്ലൈ കൊടുത്തിരുന്നു. അവരെനിക്ക് പേഴ്സണലിയാണ് മെസ്സേജ് അയച്ചത്. ഈ കുഞ്ഞിന്റെ വയ്യായികയൊക്കെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയുന്നത് എന്താ പറയാ, സിമ്പതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തോ ഒരു ചോദ്യം. അമ്മ, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ആരും കാണാൻ പാടില്ലാത്തൊരു വ്യക്തിത്വമാണ് അമ്മയുടേത്. എൻ്റെ മോന് കാർഡിയക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവനെ SITയിലോ ശ്രീചിത്രയിലോ വെച്ച് കണ്ട് മനസ്സിലാക്കിയാലേ ഉള്ളൂ. അല്ലാണ്ട് അവനെ കണ്ടാൽ ഒരു ബുദ്ധിമുട്ടും പറയില്ല. കാര്യം കരാട്ടയിലാണെങ്കിൽ പോലും അവൻ വിൻഡാണ്, എവിടെ പോയാലും. സ്കൂളിലാണെങ്കിൽ അവൻ ക്ലാസ് ഫസ്റ്റ് ആണ്, പഠിക്കാനായിട്ട് നന്നായിട്ട് പഠിക്കും. ടീച്ചേഴ്സിന് ഭയങ്കര അഭിപ്രായമാണ്. എന്തൊരു കോമ്പറ്റീഷന് ചേർന്നാൽ അവൻ ഫസ്റ്റ് പ്രൈസ് മാക്സിമം അവൻ വാങ്ങും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പൊ എനിക്ക് അവനിൽ പറയാനായിട്ട് ഒന്നുമില്ല. ഒരാള് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ വയ്യായികയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ് അമ്മയുടേത്. ഈ അമ്മയെ എനിക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ എൻ്റെ മനസ്സിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സിമ്പതിക്ക് വേണ്ടിയിട്ടല്ല. നാളെ അവനൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപേർന്ന് ഇങ്ങനെ സംസാരിക്കുന്നു, നാളെ ഞാൻ നിങ്ങളുടെ മുൻപേർന്ന് സംസാരിക്കുന്നത് എന്താണ് ഇത്ര ഉറപ്പ്? അതായത് നമ്മുടെ ആരുടെ ലൈഫിന് വെലിഡിറ്റി ഇല്ലടോ. നമ്മൾ ഈ പോകുന്ന പോക്കിൽ എന്താണോ സംഭവിക്കുക. ഇന്നലെ എൻ്റെ വീടിന് അടുത്തുള്ള അരുവിക്കര മുള്ളനൻ മൂടുള്ള ഒരു മാമിയുടെ മകനും മരിച്ചു. എനിക്ക് വല്ലാണ്ട് വിഷമമുണ്ടായി. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അത് ഫേസ്ബുക്കിൽ അവർ മൃഗസംരക്ഷണ വകുപ്പിൽ ഫീൽഡ് സ്റ്റാഫ് അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെച്ചൊരു ഫോട്ടോ കണ്ടു. അപ്പം ഞാൻ ആലോചിച്ചാണ്, അവർ വൈകുന്നേരം രാവിലെ വീട്ടിൽ നിന്ന് പോയത്. ചിലപ്പോൾ എനിക്കൊന്ന് മോൻ വിളിക്കാൻ എങ്ങാനും പോയതായിരിക്കാം. പക്ഷെ എന്ത് പറയാൻ, അമ്മയും മകനും ഇല്ല. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളെ ലൈഫ്. അപ്പൊ നന്ദന് ഒരു കാർഡിയക് പ്രോബ്ലം ഉണ്ട് എന്ന് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ അത് സിമ്പതിക്കൊന്നുമല്ല, അങ്ങനെയുള്ള ഒരു അമ്മയാണ് ഞാൻ.
ഇത്രയും ബുദ്ധിമുട്ടുള്ള നൂൽപ്പാലത്തിൽ കൂടെ പോകുന്ന ഒരു മകനെ എന്ത് എന്നുവെച്ചാൽ അയ്യോ അവനെ സ്നേഹിക്കണം എന്നൊരു പാമ്പറിങ് ആയിട്ട് ഇങ്ങനെ ഒക്കത്ത് വെക്കുന്ന ഒരു അമ്മയൊന്നും അല്ല. അവൻ തെറ്റ് ചെയ്ത് അവന് നല്ല അടി കൊടുക്കും. അവൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല നല്ല വഴക്ക് കൊടുക്കും. നമ്മൾ ഡിഫോൾട്ടാണ് അവന് BP ഹൈ ആണ് എപ്പോഴും. എന്നാൽ പോലും നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അയ്യോ അവന് BP കൂടെ എന്തെങ്കിലും വരാം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. സാധാ എൻ്റെ കുഞ്ഞായ എങ്ങനെ കാണുന്ന പോലെ അതുപോലെ വഴക്ക് പറയും, അടിക്കും, നന്നായിട്ട് ദേഷ്യപ്പെടും, എല്ലാം ചെയ്ത് അവനെ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനൊരു പ്രൗഡ് മദറായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഉള്ളിൽ ഒതുക്കി ഒരു അറ്റത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ്. നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും നമ്മളത് മാക്സിമം ആ കുറവിനെ വെച്ചിട്ട് ഞാൻ അതിജീവിക്കണം. നന്ദപ്പനെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചെന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ട് അവൻ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് അവനെ കണ്ടാൽ പറയുമോ? അതെന്തുകൊണ്ടാണ് അവൻ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്നത്? നമ്മളെ പാരൻസിന്റെ സപ്പോർട്ടാണ് അവന്. അന്നതുപോലെ അമ്മ ഇത്രയും വയ്യായികളുള്ള നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇതുപോലത്തെ എത്രയോ അമ്മമാര് ഏതെല്ലാം ചുമരുകൾക്കുള്ളിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരു മുറിക്കകത്ത് ഉണ്ടാവും ഉറപ്പായിട്ടും അമ്മമാരും സഹോദരിമാരും ഒക്കെ കിടപ്പുണ്ടാവും. പുറത്ത് കാണിക്കാൻ നാണക്കേടായിരിക്കും. ഞാൻ അമ്മയെ തന്നെ പുറത്ത് കൊണ്ടുപോകുന്ന ഇപ്പം നമ്മളെ എല്ലാവർക്കും അറിയാം. ആദ്യ ഘട്ടങ്ങളിൽ ഈ അമ്മയാ കാണുമ്പോൾ ഒരു അത്ഭുത ജീവിയെ പോലെ നോക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് ചേട്ടന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഈ നന്ദപ്പനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നത് സിമ്പതിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഇതുപോലെ നന്ദപ്പനെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നന്ദന്റെ ആ ഒരു സ്റ്റേജിലുള്ള അമ്മമാരും അങ്ങനെയുള്ള മക്കളെ നോക്കുന്ന അമ്മമാർ അച്ഛന്മാർ ഒരിക്കലും കരയരുത്. കാരണം നമ്മൾ അവരെ മറ്റുള്ളവരെ മുമ്പിൽ കാണിച്ച് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് അവന്റെ കാര്യത്തിൽ ഞാൻ ഒരു പരിധി വരെ ഞാൻ ഏത് ഹോസ്പിറ്റലിൽ പോയാലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറയുമായിരുന്നു. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എത്ര ഓക്കെ ആയാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ അവൻ എന്നുള്ളൊരു നീറ്റിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു നീറ്റിലില്ല. ഞാനിപ്പോൾ മെന്റലി ഭയങ്കര ഓക്കെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ അവനെന്ന് പറയുന്ന അത്ഭുതം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവനൊന്നും ഇന്നും ഇപ്പൊ ലാസ്റ്റ് പോയപ്പോഴും ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, അവന് വരുമായിരുന്നെങ്കിൽ ഈ സർജറിക്ക് മുമ്പേ വരുമായിരുന്നു. കാരണം ആ സർജറി അങ്ങനെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അവന് സർജറി ചെയ്തത് അത് പറഞ്ഞാൽ പോലും ആരും കരഞ്ഞുകൊണ്ടേ അത് കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഓരോ മണിക്കൂറോട്ട് എന്നെ പാല് കൊടുക്കാൻ വിളിക്കുന്ന സമയത്ത് ചുറ്റും ഡോക്ടേഴ്സ് ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു സ്റ്റേജ് 3 ഓരോ വെന്റിലേറ്ററിലും ഒന്നോ രണ്ടോ നേഴ്സ്, എനിക്ക് അറിയത്തില്ല തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എൻ്റെ അന്നത്തെ ഓർമ്മയാണ് ഞാൻ പറയണം. 1-2 നേഴ്സ് ഉണ്ട്, ഡോക്ടറുണ്ട്, അങ്ങനെ എന്തൊക്കെയാണ്. അതായത് കുറച്ച് ആൾക്കാർ ഉണ്ട് എപ്പോഴും. അങ്ങനെയാണ് അവിടെ നിൽക്കണേ. അപ്പം ഞാൻ മോന് പാല് കൊടുക്കുക, അവരാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ പോയി ഇരിക്കുക മാത്രം ചെയ്താൽ മതി. അങ്ങനെ പാല് കൊടുത്തോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എല്ലാം ഓഫ് ആവുന്നു. മൊത്തത്തിൽ എന്തൊക്കെയോ അന്ന് അവിടെ സംഭവിച്ചു. വിത്തിൻ സെക്കൻഡ്സ് അവിടെ നിന്ന് ഡോക്ടേഴ്സ് എല്ലാം കൂടി വന്നിട്ട് മോനെ എനിക്കൊന്ന് അപ്പോൾ അവന് എന്തൊക്കെയോ വോയിസ് റിമൂവ് കണ്ട ചെയ്തിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് പാല് തന്നത്. ഓർമ്മയില്ലാത്തതിന്റെ കുറവുണ്ട്. എന്തൊക്കെയോ സെറ്റപ്പ് ആക്കി ഫുള്ളി വെന്റിലേറ്റർ ആക്കി. പിന്നെ എന്നെ പുറത്താക്കുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു സർജറി ചെയ്യുന്ന. എന്നോട് ഡോക്ടേഴ്സ് പുറത്ത് എന്നെ മാറ്റി നിർത്തിയിട്ട് ഞാൻ എല്ലാം കാണുന്നു. ഞാൻ ഇങ്ങനെ നിന്ന് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. കാര്യം അമ്മ അവിടെ നിന്നത് കാണുന്നുണ്ടുള്ള കാര്യം അവർ മറന്നു. അവർക്ക് അവിടെ അമ്മയല്ലല്ലോ പ്രയോറിറ്റി, ആ പേഷ്യന്റിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ലേ. എല്ലാം പെട്ടെന്നെല്ലാം സജ്ജീകരിച്ചിട്ടാണ് അയ്യോ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പുറത്തു പോകാൻ പറയുന്നു. പുറത്തു പോയിട്ടാണ് പിന്നെ മെയിൻ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് അമ്മ നമ്മൾ സർജറി ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെയാണ് മോനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കയറ്റുന്നത്. അപ്പൊ ആ ഒരു വ്യൂ ഒക്കെ എന്ന് പറയുന്നത് എൻ്റെ മരണത്തിന്റെ ലാസ്റ്റ് തുടിപ്പോര് എൻ്റെ കണ്ണിലുണ്ടാവും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളൊക്കെ വളർന്ന് വലുതായി അല്ലെങ്കിൽ ഇപ്പൊ എന്തോ ആയി എന്നൊരു ധാരണ വരുമ്പോൾ ഞാൻ ആ സ്റ്റേജിൽ നിന്നൊക്കെ എനിക്ക് ഓർമ്മ വരണം. എന്നാൽ മാത്രമേ നമ്മൾ തിരിച്ച് താഴോട്ട് വരുള്ളൂ. അത് മാത്രമല്ല, ഞാനൊരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. ഈ ഇടയ്ക്ക് ഒരാൾ കമന്റ് ചെയ്തിരുന്നു, ഉമയുടെ വീടൊക്കെ കണ്ടിട്ടുണ്ട്, ഉമ എന്തൊരു ചെറ്റക്കുടിയിൽ നിന്നോ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് അങ്ങാണ്ട് വന്നിട്ടാണ് ഈ അമ്മയെ ഇത്രയും സ്വത്തൊക്കെ കണ്ടുകൊണ്ട് കാണുന്നതെന്ന്. ഉമയ്ക്ക് നല്ല നല്ല ആലോചനകൾ, നല്ലതെന്നല്ല വേറെയും ആലോചനകളൊക്കെ വന്നതാണ് കേട്ടോ. അത് വേറൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഉമയുടെ വീട് ഇതല്ല, ഉമ വളർന്ന സാഹചര്യം അതല്ല. ഉമ ആ സാഹചര്യത്തിലോട്ട് എത്തിപ്പെട്ടുപോയതാണ്. അതായത് ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ കാണുന്ന ഇരുമ്പ വീടല്ല ഞങ്ങളുടെ വീട്. ഞാൻ ജനിച്ച് വളർന്ന് 10-22 വർഷം വരെ ജീവിച്ച മരുതൻകോട് ഒരു വീടുണ്ട്. നല്ല സാമ്പത്തിക സ്ഥിതി, അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഒരു പോലീസുകാരന്റെ മകളായിട്ട് ജീവിച്ചതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് സ്വത്തും വകയൊന്നും അല്ല. സ്വത്തൊക്കെ എന്താ ഈ കാണുന്ന സ്വത്തൊക്കെ ഞാൻ കൊണ്ടുപോകും, ആരൊന്നും പറഞ്ഞതാണ് കേട്ടോ. ഈ സ്വത്തൊക്കെ ഞാൻ എന്താ മരിക്കുമ്പോ എന്റെ കൂടെ പൊന്നിയോട്ടി കൊണ്ടുപോകും? ഇല്ലല്ലോ. ശോഭനാമ്മ മരിച്ചാലോ ഞാൻ മരിച്ചാലോ കെട്ടിയോ മരിച്ചാലോ ഒക്കെ ഇതിങ്ങനെ അവകാശികളായിട്ട് പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ വിറ്റ് കാശാക്കും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. സ്വത്തൊന്നും ആർക്കും ഒരിടവും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നന്ദപ്പന്റെ മാറ്ററാണ് പറഞ്ഞത്. നന്ദപ്പന് ഇനി എന്തെന്നുള്ളത്. അപ്പോൾ നന്ദപ്പന് അങ്ങനെ സർജറി കഴിഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞതിലും പെട്ടെന്ന് അവൻ റിക്കവറായി. 10 ദിവസം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവൻ 4 ദിവസം കൊണ്ട് റിക്കവറായി. എല്ലാം ഫാസ്റ്റ്ലി ആയിരുന്നു.
ചിലപ്പോൾ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടാവും, എന്ന് വെച്ചാൽ വൈകല്യം, സംസാരിക്കാനോ നടക്കാനോ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അവൻ എല്ലാവരും ചെയ്യുന്നതിനെക്കാട്ടി 1 മാസം മുന്നേ ഇതെല്ലാം ചെയ്തു. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു മിറക്കിൾ ബോയ് എന്ന് തന്നെ പറയാം. പക്ഷെ അവനൊരു സ്റ്റെൻഡ് ബലൂണിങ് ആണ് ആദ്യം പറഞ്ഞത്, ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അവന്റെ വളർച്ചയ്ക്കത്ത് വാൽവിന് വളർച്ച കുറവാണെന്ന് ഫീൽ ചെയ്തുകൊണ്ട് സ്റ്റെൻഡ് ഇടേണ്ടി വരും. അപ്പൊ സ്റ്റെൻഡിങ് ആണ് കമ്മിങ് 5th ജാനുവരി 5th ചെയ്യുന്നത്. പെട്ടെന്നാണ് എല്ലാം ഡിസൈഡ് ചെയ്തത്, ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട്. ശ്രീചിത്രയിൽ കയറി ഇറങ്ങുന്നവർക്ക് അറിയാം, പെട്ടെന്ന് അവിടെ സർജറി ചെയ്യില്ല. ചെയ്യേണ്ടി വന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ അവർ ചെയ്യാൻ പറയുള്ളൂ. അപ്പം അവനിപ്പോൾ ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും പറഞ്ഞു വരുന്നത്, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവരും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്ത് നന്ദപ്പനെയും നമ്മുടെ ഫാമിലിയൊക്കെ കൂടെ ചേർത്ത് പ്രാർത്ഥിക്കണം. ഒന്നും വരില്ല, ഞാൻ പറഞ്ഞല്ലോ, വരുവാൻ അത് മിറക്കിൾ ബോയ് ആണ്. പക്ഷെ എങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന നിങ്ങളായിട്ടാണ്. എവിടെയൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ കാണുന്നുണ്ട്, ലോകത്തെ നാനാഭാഗങ്ങളിൽ നിന്ന് ആരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ പേരും ഞാൻ എൻ്റെ ഫാമിലി മാറ്റേഴ്സ് ഷെയർ ചെയ്യുന്നത് അത്രയും സ്നേഹം എല്ലാവരോടും ഉള്ളതുകൊണ്ടാണ്. നമുക്കങ്ങനെ മറയൊന്നുമില്ല, റിയൽ ആണ്, എല്ലാം റിയൽ ലൈഫാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ തരുന്നു, മതി. അപ്പോൾ എല്ലാ പേർക്കും ഹാപ്പി ക്രിസ്മസ്. 2025 ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാൻ പോവാണ്. അടുത്ത ക്രിസ്മസിൽ ഇതിലും വലിയ വിശേഷങ്ങളുമായിട്ട് കാണാം. ആ കഴിച്ചാ? എന്തു പറ്റി? മുളക് മാത്രമേ മിറ്റാൻ പറ്റുള്ളൂ, അതും കൂടെ കഴിക്കുന്നുണ്ട്. ശരി, പോയി പാത്രം കഴിവ് വിളിച്ചു പോ. അമ്മ എന്നാ പാത്രം കഴിവട്ടെ, അമ്മയുടെ പാത്രം. നല്ല രുചിയാണ്, പെണ്ണുണ്ടാക്കണൊക്കെ നല്ല രുചിയാണ്. എന്തെങ്കിലും ഉണ്ടാക്കിയാലും തിന്നാൻ പോകുന്നു.